കുമാരനും കുമാരിയും ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്ന നാഗങ്ങളായിരുന്നു. ദൂരെയുള്ള കാട്ടിൽ രണ്ടുപേരും ശിവനെ ആരാധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവരുടെ മുന്നിലേക്ക് ഒരു ഉരുളൻ കല്ല് വന്നു. ഉരുണ്ടുവന്ന ആ കല്ല് എന്താണെന്ന് രണ്ടുപേരും വിസ്മയിച്ചു. അപ്പോൾ ശേഷ്നാഗ് അവരുടെ മുന്നിലെത്തി. കുമാരി, കുമാരി. നമസ്കാരം ഗുരുദേവ. നമസ്കാരം ഗുരുദേവ. വർഷങ്ങളായി നിങ്ങൾ രണ്ടുപേരും ഭോലോനാഥിനോടുള്ള ഭക്തിയിൽ മുഴുകിയിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാവാം ഭോലേനാഥ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി. എന്ത് കാര്യമാണ് ഗുരുദേവ? നാഗമാണിക്യത്തെ നിങ്ങൾ സംരക്ഷിക്കണം. നാഗമണിയോ? ആ, ഈ കാണുന്ന കല്ലിനുള്ളിൽ നാഗമാണിക്യമുണ്ട്. നിങ്ങൾ ആ നാഗമാണിക്യത്തിന് ശക്തി പകർന്നു നൽകണം. ഇത് തികച്ചും ഞങ്ങളുടെ ഭാഗ്യമാണ് ഗുരുദേവ. പക്ഷേ ഇതിനുവേണ്ടി നിങ്ങൾ ഈ കല്ല് 2-3 നദികളിൽ അഭിഷേകം ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഈ 3 നദികളും വ്യത്യസ്ത ദിശയിലാണ് ഒഴുകുന്നത്. ആദ്യം നിങ്ങൾ തെക്കുഭാഗത്തുകൂടി ഒഴുകുന്ന കാവേരി നദിയിലായിരിക്കണം ഈ കല്ല് അഭിഷേകം ചെയ്യേണ്ടത്. അതിനുശേഷം നടുവിലൂടെ ഒഴുകുന്ന ഗംഗാ നദി, അതിനുശേഷം വർഷത്തിൽ ഒരേയൊരു തവണ ഒഴുകുന്ന ആകാശഗംഗാ നദിയിൽ. പക്ഷെ ഒരു കാര്യം ഓർത്തോളൂ, ഈ കല്ല് നിങ്ങൾ നിങ്ങളുടെ കൈകളിൽ മാത്രമാണ് സൂക്ഷിക്കേണ്ടത്. ഇത് വേറെ ആർക്കും കൊടുക്കരുത്. അങ്ങയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ ഗുരുദേവ. പക്ഷേ ഇതത്ര എളുപ്പമാണെന്ന് കരുതരുത്. രാക്ഷസന്മാർ തീർച്ചയായും നിങ്ങളുടെ ഈ ദൗത്യം തടയാൻ ശ്രമിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു വേണം എല്ലാം ചെയ്യുവാൻ. ശരി ഗുരുദേവ. പിന്നൊരു കാര്യം, ആകാശഗംഗ ഈ ഭൂമിയിലൂടെ ഒഴുകാൻ ഇനി 15 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതിനു മുമ്പായിട്ട് നിങ്ങൾ മറ്റു 2 നദികളിലും ഈ കല്ല് സ്നാനം ചെയ്യിക്കുവാനായി ഹിമാലയത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശരി, അങ്ങയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. എന്റെ അനുഗ്രഹം നിങ്ങളോടൊത്ത് എപ്പോഴും ഉണ്ടാകും. ശേഷ്നാഗ് അവിടെ നിന്നും അപ്രത്യക്ഷനായി. കുമാരനും കുമാരിയും തങ്ങളുടെ ശക്തി കൊണ്ട് ദക്ഷിണ ഭാരതത്തിലെത്തി. അവിടെ രണ്ടുപേരും തങ്ങളുടെ രൂപം മാറ്റി സാധാരണ മനുഷ്യരെ പോലെയായി. ഈ രൂപത്തില് ആരും നമ്മളെ തിരിച്ചറിയുകയില്ല. അതെ, നാം ശരിക്കും മനുഷ്യരെ പോലെയായി. പക്ഷെ നമ്മൾ കുറച്ച് ക്ഷമ പാലിച്ചേ മതിയാവും. കുമാരനും കുമാരിയും കാവേരിയുടെ തീരത്തെത്തി. അവിടെ ജനങ്ങൾ കുളിക്കാൻ പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അവർ ഒരു ചെറിയ കുട്ടിയെ അവിടെ കണ്ടു. അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കുമാരി ആ കുഞ്ഞിന്റെ അടുത്തേക്ക് ചെന്നു. എന്തു പറ്റി മോനെ, നീ എന്തിനാ കരയുന്നത്? ഉടനെ ആ കുഞ്ഞ് കരച്ചിൽ നിർത്തി. എന്നിട്ട് ആ കുഞ്ഞ് തന്റെ നാവ് പുറത്തേക്ക് നീട്ടി. ആ നാവ് കുമാരിയുടെ കഴുത്തിൽ ചുറ്റി. കുമാരിക്ക് ശ്വാസം മുട്ടി. അപ്പോൾ കുമാർ ആ കുഞ്ഞിന്റെ നാവ് അറുത്തു. ആ കുഞ്ഞ് ഒരു രാക്ഷസനായി മാറി. ആ രാക്ഷസൻ കുമാറിനെ ആക്രമിച്ചു. എന്നാൽ ഉടനെ കുമാർ ആ രാക്ഷസന്റെ കഴുത്ത് ഞെരിച്ച് അവന്റെ ഉള്ളിലുള്ള വിഷം പുറത്തേക്ക് കൊണ്ടുവന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്കൊന്നുമില്ല. വരൂ, വന്ന കാര്യം നമുക്ക് പൂർത്തിയാക്കാം. കുമാരനും കുമാരിയും കാവേരി നദിയിൽ ഇറങ്ങി. അവർ ആ നാഗമണി കയ്യിലെടുത്ത് അതിനെ കാവേരി നദിയിലേക്ക് ഇട്ടു. വെള്ളത്തിനടിയിലേക്ക് പോയ ആ നാഗമണി തിളങ്ങാൻ തുടങ്ങി. അത്ഭുതം! ജയ് ഭോലേനാഥ്. കാര്യം കഴിഞ്ഞതിനു ശേഷം കുമാരനും കുമാരിയും കാവേരി തീരത്ത് നിന്നും പുറപ്പെട്ടു. നമ്മൾ ഇനി ശരിക്കും സൂക്ഷിക്കേണ്ടതുണ്ട്. അതെ, ആ രാക്ഷസൻ ഈ നാഗമണി നമ്മുടെ അടുത്തുനിന്ന് മോഷ്ടിക്കാൻ നോക്കുക. പക്ഷേ ഇതവന് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. നമുക്കിപ്പോ ഗംഗാ നദിയിലേക്ക് പോകാം. കുമാരനും കുമാരിയും നാഗരൂപത്തിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് അവിടെ നിന്നും അപ്രത്യക്ഷരായി. എന്നിട്ട് നേരെ ഗംഗാ നദി തീരത്തെത്തി. വീണ്ടും അവർ മനുഷ്യരൂപം എടുത്തു. ശരിക്കും സൂക്ഷിക്കണം കേട്ടോ. രണ്ടുപേരും ഗംഗാ നദിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ വഴിയിൽ വെച്ച് 3 പേർ അവരെ തടഞ്ഞു. 3 പേരും ചിരിച്ചു. നിങ്ങൾക്ക് എന്താ ഇത്ര തിടുക്കം? 3 പേരിൽ ഒരാൾ മുന്നോട്ട് നടന്നു വന്നപ്പോൾ കുമാരി തന്റെ ശക്തി കൊണ്ട് അയാളെ തള്ളിവിട്ടു. അപ്പോൾ 3 പേരും രാക്ഷസ രൂപം പ്രാപിച്ചു. ആ കല്ല് ഞങ്ങൾക്ക് തരുന്നതാ നല്ലത്. ഇല്ല, തരില്ല. അത് ഞങ്ങൾ തന്നെ കൈക്കലാക്കിക്കൊള്ളാം. 3 രാക്ഷസന്മാരും കുമാരനെയും കുമാരിയെയും ആക്രമിച്ചു. അവർ തമ്മിൽ ഏറ്റുമുട്ടി. കുമാരൻ ആ രാക്ഷസന്റെ മേൽ തന്റെ വിഷം തുപ്പി. അതുപോലെ കുമാരിയും മറ്റൊരു രാക്ഷസന്റെ മേൽ തല ഇടിച്ചു. എന്നിട്ട് തന്റെ വിഷം അവന്റെ മേൽ തുപ്പി. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന 3ാമത്തെ രാക്ഷസൻ അവിടെ നിന്ന് ജീവനും കൊണ്ടോടി. കുമാരനും കുമാരിയും വീണ്ടും മനുഷ്യരൂപം പ്രാപിച്ചു. ഹർ ഹർ ഗംഗേ, വരൂ, കാര്യം പൂർത്തിയാക്കാം. കുമാരനും കുമാരിയും ഗംഗാ നദിയിൽ ഇറങ്ങി. നാഗമണി അവർ ഗംഗാ നദിയിലേക്ക് താഴ്ത്തി. ഇത്തവണ നാഗമണി കൂടുതൽ പ്രകാശിച്ചു. ജയ് ഭോലേനാഥ്. ജയ് ഭോലേനാഥ്. നാഗമണി വെള്ളത്തിൽ മുക്കിയ ശേഷം 2 പേരും പുറപ്പെട്ടു. അവിടെ ശേഷ്നാഗ് അവരെ പ്രതീക്ഷിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. പ്രണാമം ഗുരുദേവ. പ്രണാമം ഗുരുദേവ. പ്രണാമം. നിങ്ങൾ 2 പേരും 2 മായാനദികൾ കടന്നു വന്നിരിക്കുകയാണ്. ഇനി 3ാമത്തെ നദിയാണ് ബാക്കി.
പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട്. ഇനിയും 5 ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഹിമാലയത്തിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ ആവട്ടെ ഗുരുദേവ. ശേഷ്നാഗ് വീണ്ടും അപ്രത്യക്ഷനായി. ശേഷ്നാഗിന്റെ ആജ്ഞപ്രകാരം കുമാരനും കുമാരിയും ഹിമാലയത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. ഒടുവിൽ അവരവിടെ എത്തി. ആ പർവ്വതത്തിൽ ആരുമില്ലായിരുന്നു. മനുഷ്യന്മാരും മൃഗങ്ങളും ഉണ്ടായിരുന്നില്ല. ആ മല ഇതാണ്. ഇവിടെയാണ് ആകാശഗംഗ ഒഴുകുക. നമ്മൾ ഇവിടെയാണ് കാത്തിരിക്കേണ്ടത്. കുമാരനും കുമാരിയും ആ പർവ്വതത്തിലിരുന്നു. അവർ ശിവനെ തപസ് ചെയ്തു. സമയം പൊയ്ക്കൊണ്ടേയിരുന്നു. പകൽ പൂർത്തിയായി. വൈകുന്നേരമായപ്പോഴേക്കും ഗംഗാനദി ആകാശത്തു നിന്നും ഇറങ്ങാൻ സമയമായി. കുമാരനും കുമാരിയും ആകാശഗംഗയ്ക്കായി കാത്തിരുന്നു. അപ്പോൾ അവിടെ ശേഷനാഗ് വീണ്ടും വന്നു. പ്രണാമം ഗുരുദേവ. പ്രണാമം ഗുരുദേവ. എപ്പോഴും സന്തോഷമായിരിക്കട്ടെ. ഇനിയും അധികം വൈകാതെ നിങ്ങൾ കാര്യം പൂർത്തീകരിക്കുന്നതാണ്. പാവനമായ ആകാശഗംഗ ഭൂമിയിലൂടെ ഒഴുകാൻ പോവുകയാണ്. ഉടൻ തന്നെ ആകാശഗംഗ ഒഴുകി വരാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ കുമാരനും കുമാരിയും സന്തോഷിച്ചു. അവർ നാഗമണി കയ്യിലെടുത്തു. ഇനി ഈ കാര്യം ഞാൻ പൂർത്തീകരിക്കാം. ഇപ്പോൾ ആ കല്ല് എന്റെ കയ്യിൽ തരൂ. പക്ഷെ താങ്കളല്ലേ പറഞ്ഞത് ഇത് പൂർത്തിയാക്കേണ്ടത് ഞങ്ങളാണെന്ന്? ഞാൻ തന്നെയല്ലേ ഇപ്പോഴും പറയുന്നേ. ഇല്ല കുമാരി, നീ ആ കല്ല് കൊടുക്കരുത്. ശേഷനാഗ് തന്റെ രൂപം മാറ്റി. എന്നിട്ട് രാക്ഷസ രൂപം പ്രാപിച്ചു. കുമാരി, നീ ഈ കല്ല് അഭിഷേകം ചെയ്യാൻ നോക്ക്. ഈ രാക്ഷസന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. രാക്ഷസനും കുമാരനും തമ്മിൽ പോരാടി. ആ സമയത്ത് കുമാരി നാഗമണി ആകാശഗംഗയിൽ മുക്കി. ആകാശഗംഗയുടെ ജലം നാഗമണിയിൽ തട്ടി. ആ നാഗമണിയിൽ വിള്ളൽ ഏർപ്പെട്ടു. അതിനകത്തുനിന്നും നാഗമണി പുറത്തു വന്നു. നാഗമണി കുമാരിയുടെ കയ്യിലായി. അപ്പോൾ രാക്ഷസൻ കുമാരന്റെ മേലിരിക്കുകയായിരുന്നു. അവൻ അയാളെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കുമാരി കുമാരനെ രക്ഷിക്കാൻ ഓടിയെത്തി. കുമാരി ആ രാക്ഷസനെ തൊട്ട ഉടനെ രാക്ഷസന്റെ ശരീരം കത്തിത്തുടങ്ങി. ഇല്ല! രാക്ഷസൻ കത്തിയെരിഞ്ഞ് ചാമ്പലായി. 3 നദികളും കാരണം നാഗമണി സുരക്ഷിതമായി. ഇനി ഈ നാഗമണി കാരണം ലോകത്തിന് ഉദ്ധാരണവുമുണ്ടാകും.